ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 3, ശ്ലോക 5. ഭവദ്ഭക്തിഃ സ്വീതാ ഭവതു മമ സഹ ഏവ പ്രശമയേത്. അശേഷക്ലേശൗഖം ന ഖലു ഹൃദി സന്ദേഹകണികാ. ന ചേദ്വ്യാസസ്യ ഉക്തിഃ തവ ച വചനം നൈഗമവചഃ. ഭവേദ് മിഥ്യാരഥ്യാ പുരുഷവചന പ്രായം അഖിലം. ഭവത് ഭഗവാനെ, ഭക്തി പരമമായ ആ ഭക്തി, സ്വീത വർദ്ധിച്ചു വരുവാൻ, ഭവതു അനുഗ്രഹിക്കേണമേ, മമ എന്റെ, സഹ കൂടെ, ഏവ എപ്പോഴും, പ്രശമയേത് ശമിപ്പിക്കുവാൻ സാധിക്കുന്നത്, അശേഷ ഒട്ടും തന്നെ, ക്ലേശൗഖം ക്ലേശപാശങ്ങൾ, ന ഇല്ലാത്തത്, ഖലു ഒട്ടും, ഹൃദി ഹൃദയത്തിൽ, സന്ദേഹ സംശയാദികൾ, കണിക കുറച്ചെങ്കിലും, ന ഇല്ല, ചേത് മനസ്സ്, വ്യാസസ്യ വ്യാസമുനിയുടെ വാക്കുകൾ, ഉക്തിഹി പറഞ്ഞ കാര്യം, തവ ഭഗവാന്റെ, ച പറഞ്ഞ, വചനം വാക്യങ്ങൾ, നൈഗമ വേദങ്ങളും ഉപനിഷത്തുക്കളും, വജഹ പറഞ്ഞത്, ഭവേദ് ഭവിക്കുവാൻ സാധിക്കുന്നത്, മിഥ്യ വെറുതെ പായായ ഒരു ചിന്ത, രഥ്യ ചുമ്മാതെ, പുരുഷ ജനക്കൂട്ടം, വചന വാക്കുകൾ, പ്രായം അഭിപ്രായം, അഖിലം ലോകം. ഭവദ്ഭക്തി സ്വീത ഭവതു മമ സൈവ പ്രശമയേത്. അശേഷക്ലേശൗഖം ന ഖലു ഹൃദി സന്ദേഹകണികാ. ന ചേദ്വ്യാസസ്യോക്തി തവ ച വചനം നൈഗമവചഃ. ഭവേദ് മിഥ്യാരഥ്യാ പുരുഷവചന പ്രായം അഖിലം. ഭഗവാന്റെ പരമമായുള്ള ആ ഒരു ഭക്തി വർദ്ധിച്ചു വരുവാൻ എന്നെ പൂർണ്ണമായും അനുഗ്രഹിക്കണമേ. അത് കൂടാതെ എപ്പോഴും എന്നിൽ ക്ലേശങ്ങൾ ശമിപ്പിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അതുമാത്രവുമല്ല, എൻ്റെ മനസ്സിൽ ഒട്ടും തന്നെ ഒരു വേണ്ട വിചാരം, വേറൊരു കാര്യത്തിലോട്ടുള്ള ചിന്ത ഒരിക്കലും വരാതിരിക്കണമേ. അതുമാത്രവുമല്ല, എൻ്റെ ഹൃദയത്തിൽ സംശയത്തിന്റെ കുറച്ചൊരു അംശമെങ്കിലും ഇല്ലാതിരിക്കണമേ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമാണ് വ്യാസമുനിയുടെ വാക്കുകൾ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ഭഗവാനെ കുറിച്ചുള്ള ആ ഒരു വ്യാസന്റെ അഭിപ്രായം സത്യമാവുകയുള്ളൂ. എന്തെന്നാൽ ഭഗവാനെ കുറിച്ച് വേദങ്ങളും ഉപനിഷത്തുക്കളും എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അത് വെറും വാക്കാകില്ല, അത് ഒരിക്കലും പായാകില്ല. അതിനാലാണ് ഇത്രയും ജനക്കൂട്ടം ആ വ്യാസരുടെ വാക്കുകളെ മാനിച്ചുകൊണ്ട് ഈ ലോകം മുഴുവൻ ഭക്തിയോടെ ആ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. ഇവിടെ ഭഗവാനോടുള്ള ആ ഒരു ഭക്തിയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത്. ആ ഒരു ഭക്തി പ്രാർത്ഥനയിലൂടെ നമുക്ക് എന്തൊക്കെ നേടാമെന്നും അത് ആരൊക്കെയാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്നുമാണ് പറയുന്നത്. വ്യാസർ മാത്രമല്ല, പല വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഭഗവാനോടുള്ള ആ ഒരു ഭക്തിയെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതിനാലാണ് ഇത്രയും ജനക്കൂട്ടങ്ങൾ ഭഗവാന്റെ അരികിൽ ഭക്തിയോടെ ചെല്ലുന്നതും അവർക്ക് പൂർണ്ണമായ മുക്തി ലഭിക്കുന്നതും. താങ്ക് യു.